പക്ഷെ പ്രീണനം നീതിയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന് പറയുന്നത് കശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യത്തിൽ ഒരു പക്ഷെ ശരിയായിരിക്കും. ഇപ്പം 36 വർഷങ്ങൾക്ക് ശേഷം ഒരു ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിൽ ചാർജ് ഷീറ്റ് SIT സമർപ്പിച്ചിരിക്കുകയാണ്. 1990 ഏപ്രിൽ 18 കശ്മീരി പണ്ഡിറ്റായ ഈ സർല ഭട്ട് എന്ന് പറയുന്ന ഒരു നേഴ്സായി പ്രവർത്തിച്ചിരുന്ന സ്ത്രീയെ അതിക്രൂരമായിട്ട് ഈ JKLF ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് തീവ്രവാദികൾ കൊല ചെയ്യുന്നത്. അതിലാണ് ഇപ്പോൾ 736 പേജ് വരുന്ന ചാർജ് ഷീറ്റ് SIT സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ യസീൻ മാലിക് എന്ന് പറയുന്ന ഈ JKLFൻ്റെ ചെയർമാൻ, അല്ലെങ്കിൽ അവിടെ ആദ്യമായിട്ട് പണ്ഡിറ്റുകൾക്കെതിരെയൊക്കെ വലിയ ഒരു തീവ്രവാദ നീക്കം, മിലിറ്റൻ്റ് ആയിട്ടുള്ള ഒരു നീക്കമൊക്കെ നടത്തിയ ആളാണ് യസീൻ മാലിക്. അയാളാണ് ഇതിൻ്റെ സൂത്രധാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള മറ്റു ആളുകളുടെ പേരും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഈ ഒരു വിഷയം, ഈ ഒരു വാർത്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത് കശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ ഭൂമിയിൽ അനുഭവിച്ച യാതനകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്ന, ഭയപ്പെട്ടിട്ട് ഓടിപ്പോകേണ്ടി വന്ന ഒരു ഓർമ്മയിലേക്കൊക്കെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് ഇത്രയും വർഷങ്ങളായിട്ട് നീതി ലഭിച്ചോ? നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാശ്മീരിൽ പോകുന്ന 1984 അന്നാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനൊക്കെ നടക്കുന്നത്. ഞാൻ സഞ്ചരിച്ച വണ്ടി വഴിയിലൊരിടത്ത് പട്ടാളം തടഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് അത് ഭീകരരാണ്, കാശ്മീർ ഭീകരരാണ് എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതിനകത്തിരുന്ന മനുഷ്യരൊക്കെ തന്നെ കാരണം മരിച്ച അവസ്ഥയിലായിരുന്നു ഞാനവിടെ. കുറേ കഴിയുമ്പോഴാണ് പട്ടാളമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുവരെയും ആരും സംസാരിക്കുന്നില്ല. ഒരു 1.5-2 മണിക്കൂറോളം വണ്ടിയിൽ ഞങ്ങൾ നിശബ്ദരായിരിക്കുകയാണ്. ആർക്കും സംസാരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭയം പിടികൂടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പട്ടാളക്കാരാണോ എന്ന് പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് ജീവൻ വീണമെന്ന് പറയാം. അവരകത്ത് വരുന്നു, പരിശോധിക്കുന്നു. നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. കേരളത്തിൽ വരുമ്പോൾ നമുക്കന്ന് കേരളത്തിന് ഇന്നത്തെ വരെയല്ല, ഇതിനേക്കാളൊക്കെ വലിയ പേരുള്ളൊരു കാലമായിരുന്നാണ് ഞാൻ മനസ്സിലായത്. കാരണം കേരളത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പൊസിഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടിയിരുന്നൊരു കാലമാണ്. പിന്നീട് ഇപ്പോഴൊക്കെ വളരെ മോശമായി. കാരണം ഞാൻ കുറച്ച് നാൾ മുമ്പ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ കേരളത്തിലെ ആളുകൾ ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് BJPയുടെ ഒരു വലിയ പ്രചരണത്തിൻ്റെ ഫലമായിട്ട് അങ്ങനെ നമ്മളും അതിൻ്റെ ഭാഗമാണ് എന്ന് കരുതപ്പെടുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അന്ന് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിലെ ആളുകളെ എല്ലാവരും വളരെയധികം ബഹുമാനിച്ചിരുന്നൊരു കാലമാണ്. പക്ഷെ അന്ന് ഈ കാശ്മീരിൽ ഇതേപോലെയുള്ള ഭീകരപ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആരംഭിക്കാൻ തുടങ്ങുന്നുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അതാണ് പിന്നീട് ഈ 90കളിലൊക്കെ വലിയ ഭീകരപ്രവർത്തനമായിട്ട് മാറിത്തരികയും അത് കാശ്മീർ പണ്ഡിറ്റുകൾക്ക് എതിരെയുള്ള വളരെ പൈശാചിക നിഷ്ഠൂരമായിട്ടുള്ള പ്രവർത്തനമായിട്ട് മാറിത്തരികയും അവരവിടുന്ന് പലായനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരന്ന് സംരക്ഷിച്ച് അവിടെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായെന്ന് വെച്ചാൽ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ പിന്നെ കുറേ കൂടി കഴിയുന്ന സമയത്ത് പാക് തീവ്രവാദികളുടെ ഒരു കേന്ദ്രമായിട്ട് അത് മാറിത്തീരുന്നത്. പിന്നെയാണ് ഇന്ത്യൻ പട്ടാളം അതിനകത്ത് ശക്തമായിട്ട് ഇടപെടുകയും വലിയ തിരിച്ചടികൾ അവർക്ക് നൽകുകയും പിന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അതൊക്കെ ശമിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിലേക്ക് എത്തുന്ന സമയത്ത് തീവ്രവാദികളുടെ അക്രമത്തിൻ്റെ സാധ്യതകൾ തന്നെ വളരെ കുറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു. ബോധപൂർവം പാകിസ്ഥാനിൽ നിന്ന് അവർ വന്ന്, മറ്റൊന്നങ്ങനെയല്ല, കാശ്മീരിൽ തന്നെ ഭീകരപ്രവർത്തകർ വളരെ കൂടുതലുള്ള ഒരു കാലമായിരുന്നു. ആ കാലത്തൊരു സംഭവമാണ്. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അന്ന് സംഭവിച്ച ആ വിഷയം ഇന്നാണോ SIT കോടതിയിൽ എത്തിക്കേണ്ടത്? ആർക്കാണ് അതിൻ്റെ പിഴവുകൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര കാലമായത്? അവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇത്തരത്തിൽ നിഷ്ഠൂരമായ ഒരു കൊലപാതക കേസ് പോലും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന ഇപ്പോഴാണ്. എന്തൊട്ട് ഭരണകൂടമാണ്? ഇങ്ങനെയാണ് ഭരണകൂടം പ്രവർത്തിക്കേണ്ടത്. ഇതേപോലെ തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കോടതി ഇടപെടുന്ന തരത്തിലേക്ക് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളൊക്കെ എത്തിക്കുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറേയും കൂടിയൊക്കെ അവർക്ക് അവരുടെ സ്ഥലത്ത് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുമായിരുന്നു. പലരും ഓടിപ്പോയി അവിടെ. ഇപ്പം ഹിന്ദു വിരുദ്ധ അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദു ക്യാമ്പയിനിങ് ഒക്കെ ഈ 90-89 കാലഘട്ടത്തിലൊക്കെ തകൃതിയായിട്ട്
കശ്മീരിൽ വാലിയിൽ നടന്നിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പേടിച്ചിട്ടൊക്കെയാണ് പല പണ്ഡിറ്റുകളും പലായനം ചെയ്തിട്ടുള്ളത്, കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. പക്ഷേ നമ്മുടെ നാട്ടിൽ നടന്ന ഇത്തരത്തിലുള്ളൊരു നീതി നിഷേധം, നമ്മൾ മനുഷ്യാവകാശ പ്രവർത്തനത്തിനെ കുറിച്ചും അല്ലെങ്കിൽ മനുഷ്യൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലസ്തീനിൽ പോകും, അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിലെ മറ്റ് പല സ്ഥലങ്ങളിലും പോകും. നമ്മുടെ നാട്ടിൽ നടന്ന ഈ ഒരു അതിക്രമത്തെ കുറിച്ചിട്ട് എന്തോ പറയാൻ നമുക്ക് എന്തോ ഒരു മടിയുണ്ട്. അതെന്തോട്ടാ? അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യസന്ധമല്ലാതെ പോകുന്നതിൻ്റെ ഒരു ഗതികേടാണ്. കാരണം ഇന്ത്യയിൽ നടക്കുന്ന ഇതേപോലെയുള്ള ഒരു ബുദ്ധിമുട്ടേറിയ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്ന അതിനാണ് നമ്മൾ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പലസ്തീനല്ല. പ്രൈം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും, ഇത് മാത്രമല്ല, ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും ദളിതരായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കുകയും കെട്ടിത്തൂക്കി ഇട്ട് അടിക്കുകയും കണ്ണുകുത്തി പൊട്ടിക്കുകയും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളിവിടെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. പക്ഷെ അവിടെ അതിനൊക്കെ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയാതെ പോകുന്നുണ്ട്. ശരി, ഞാൻ പറഞ്ഞ പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ കാര്യമാണ്. പ്രതിരോധ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾ പലരും ഉണ്ട്, അപ്പോൾ പേരെടുത്ത് പറയുന്നില്ല. ആ പ്രതിരോധ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലുള്ളവർ ഇത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ട് പരിഗണിക്കുകയും അതിൻ്റെ പിന്നാലെ നിൽക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. നിന്നിട്ടില്ല അവർ എന്നുള്ള അതിനവരെ പലപ്പോഴും തടസ്സപ്പെടുത്തുന്നത് നമ്മളുടെ രാഷ്ട്രത്തിൻ്റെ, ഇന്ത്യയുടെ ഇൻ്റർണൽ പൊളിറ്റിക്സാണ്, ആഭ്യന്തര രാഷ്ട്രീയം. ആ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യാതെ പോകും. അതവർക്ക് ദോഷമാണ് എന്നാണ് ഞാൻ. ഈ രാം ജന്മഭൂമി വിഷയമൊക്കെ രഥയാത്രക്കൊക്കെ വലിയ ഒരു ഇന്ധനം നൽകിയിട്ടില്ല ഈ 89-ലെ ഈ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ഈ അത് പലയിടത്തും നടന്ന, അതായത് ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിന് കാരണമാകുന്ന ഏത് കാര്യം രഥയാത്രയുടെ ഇന്ധനമായിരുന്നു. അതവിടെ നിന്ന് തുടങ്ങുന്നതാണ്. നമ്മൾ പാർട്ടീഷൻ്റെ കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മൾ വിഭജിക്കപ്പെട്ടപ്പോൾ 10,000-കണക്കിന് മനുഷ്യരാണ് ആ വിഭജനം. പണ്ഡിറ്റുകളിൽ നിന്നാണോ തുടങ്ങുന്നതെന്നുള്ളതാണ്. പണ്ഡിറ്റുകളിൽ നിന്നാണോ ഈ രാം ജന്മഭൂമിയുടെ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് നയിച്ച അദ്വാനി തന്നെ ഈ പാർട്ടീഷൻ്റെ ഫലമായിട്ട് വലിയ മുറിവേറ്റ മനുഷ്യനാണ്. ഇദ്ദേഹം പാകിസ്ഥാനിലായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വിഭജന കാലം മുതലുള്ള ഹിന്ദുക്കൾക്ക് ഏറ്റിരിക്കുന്നതായിട്ടുള്ള മുറിവുകളെ പതുക്കെ ജ്വലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ രഥയാത്രയും രാമജന്മഭൂമി സമരവുമൊക്കെ ശക്തമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കപ്പെടുന്നത്. ഈ പണ്ഡിറ്റുകളുടെ കാര്യമൊന്നും അവരും അത്ര തീവ്രമായിട്ട് അന്ന് എടുത്തിരുന്നില്ല. പിന്നീട് പലപ്പോഴും രാഷ്ട്രീയമായിട്ട് അത് പ്രയോഗിക്കപ്പെട്ടു എന്ന് മാത്രമേ. പണ്ഡിറ്റുകളുടെ വിഷയം ഏറ്റെടുക്കാനായിട്ട് RSSO അതേപോലെ തന്നെ ഈ വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെയുള്ള ആളൊന്നും ആ കാലഘട്ടങ്ങളിൽ അവിടെ ഇല്ല ശരിക്കും പറഞ്ഞു. പിന്നീട് അധികാരത്തിലേക്ക് എത്തിയതിന് ശേഷം ആ വിഷയം അവർ ടേക്കപ്പ് ചെയ്യുന്നു മാത്രമേ. അപ്പം അന്ന് അവരെ സംരക്ഷിക്കാനും അവർക്ക് ശക്തി പകരാനും അവരുടെ ഒരു പ്രതിരോധമായിട്ട് നിൽക്കാനുമൊക്കെ അവിടെ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രമാത്രം പീഡനം അവർക്ക് ഏൽക്കേണ്ടി വരില്ലായിരുന്നു. പലായനവും അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കാശ്മീരിൻ്റെ ഈ പ്രത്യേക പദവിയുടെ അടിസ്ഥാനത്തിലാണ് കാശ്മീരിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ടാതെ പോയത്. ശരിയും കാശ്മീരിലെ ഭൂമി കാശ്മീരികൾക്ക് മാത്രമേ വിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ പല പണ്ഡിറ്റുകളുടെ ഭൂമി എന്നൊക്കെ പറയുന്നത് അവർ വീട് ഉപേക്ഷിച്ച് ഈ ഇതിൻ്റെ ഫലമായിട്ട് പോയിട്ട് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അത് വേറെ ആളുകൾക്ക് അധീനപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള സംവിധാനം. അതുകൊണ്ട് പലപ്പോഴും പല ആളുകളൊക്കെ ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന വീടാണ് എന്നൊക്കെ ഓർമ്മകളിൽ പറയുന്നതൊക്കെ നമ്മൾ പലയിടത്തും വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന അന്ന് അതിന് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ അവിടെ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ തീവ്രവാദ സംഘങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും അവരെ രൂക്ഷമായ രീതിയിൽ ഇവരെ ഉപദ്രവിക്കുന്നതിനും കാരണമായി തീർന്നു. അല്ലെ, അതിന് സർക്കാർ കൃത്യമായിട്ട് പത്രങ്ങളിലൂടെ, അന്ന് കശ്മീരിൽ ഇറങ്ങിയിരുന്ന പത്രങ്ങളിലൂടെ ഹിന്ദു വിരുദ്ധ ക്യാമ്പയിനുകൾ പരസ്യങ്ങളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഭയപ്പെടുത്തുകയായിരുന്നു, ഉടനടി ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ വീട് നഷ്ടപ്പെടും, ജീവൻ പോലും നഷ്ടപ്പെടും. അതെ, കാരണം അത് എവിടെയും ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ദുരന്തമാണ്.
എവിടെയും ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ദുരന്തം. കാശ്മീർ പണ്ഡിറ്റുകൾ കാശ്മീരിൽ ന്യൂനപക്ഷമായ സമയത്ത് അവരനുഭവിക്കേണ്ട ദുരന്തം. ചിലയിടങ്ങളിലൊക്കെ മുസ്ലിം ന്യൂനപക്ഷമായിരിക്കുന്നിടത്ത് ഇതേപോലെ അതനുഭവിക്കേണ്ടതായിട്ടുള്ള. പക്ഷേ അവിടെ അതാണ് മാഷെ വിഷയം. ആ ന്യൂനപക്ഷ പരിഗണന പണ്ഡിറ്റുകൾക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? പണ്ഡിറ്റുകൾക്ക് ലഭിക്കേണ്ടതായിരുന്നത്. അത് ഞാൻ തുടക്കം ചോദിച്ചതുപോലെ ഈ പ്രീണന രാഷ്ട്രീയമാണോ അതിന്റെ പിന്നിൽ? അല്ല, കേരളത്തിലും അതേപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ, കേരളത്തിലൊക്കെ അത് വളരെ പ്രകടമായിട്ട് ചർച്ച ചെയ്യും. നമ്മളങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാത്തൊരു ജനതയാണ് കേരളത്തിലെ. യുദ്ധമൊന്നും കണ്ടിട്ടില്ല, നമുക്കൊന്നും യുദ്ധമില്ല, പാർട്ടീഷനില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. വെറുതെ മറ്റിടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ വെറുതെ പ്രതികരിച്ചാൽ മതി. പ്രതികരണ ജനതയാണ് നമ്മൾ. ആ പ്രതികരണ ജനതയുടെ പ്രതികരണം ശരിയല്ല എന്നതാണ് നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയത്തിൽ കാശ്മീർ പണ്ഡിറ്റുകളുടെ കാര്യം. അത് RSSും വിശ്വ ഹിന്ദു പരിഷത്തുകാരും ഹിന്ദു സംഘടനകളും മാത്രമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. മറ്റവരതിനോട് അത്ര ആഭിമുഖ്യം കാണിച്ചില്ല. അതെന്തുകൊണ്ടെന്നുള്ള ചോദ്യം അവർ നേരിടുന്നുണ്ട് ഇപ്പോൾ. അല്ല, അത് പ്രതിഭാഗത്ത് ഉള്ള ആളുകൾ അല്ല, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അതാണോ വിഷയം? യഥാർത്ഥത്തിൽ ഈ ഹിന്ദു സംഘടനകൾ ഉയർത്തുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ അവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം അതാണ്. ഇവരെപ്പോഴും മുസ്ലിം പ്രകടനം മാത്രം നടത്തുന്നവരാണ്. ഇന്ത്യയിൽ പലയിടങ്ങളിലും ഹിന്ദുക്കൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാത്തവരാണ് ഇവർ എന്ന ആരോപണത്തിന് അവർ വിധേയരായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു അതിനെ കൃത്യമായിട്ട് മറുപടി പറയാനോ അതിനെ ഏറ്റെടുക്കാനോ പ്രതിരോധിക്കാനോ പറ്റാത്ത ഒരു രാഷ്ട്രീയമായിട്ടുള്ള ദൗർബല്യം ഇടതുപക്ഷം അനുഭവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലായത്. ഇപ്പൊ ഈ സർല ഭട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കും. സർല ഭട്ട് അല്ല, അതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലേ, അത് അതിക്രൂരമായിട്ടാണ്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണോ? അല്ല, അതിക്രൂരമായിട്ടാണ് അവരെ കൊല ചെയ്തത്. അതായത് അബ്ഡക്റ്റ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ടോർച്ചർ ചെയ്ത്, പീഡിപ്പിച്ച് ഈ ഓട്ടോമാറ്റിക് റൈഫിൾ ഉപയോഗിച്ചിട്ട് കൊല്ലുകയായിരുന്നു. ഇപ്പം ഈ 89 മുതൽ ഇവരുടെ ഈ ഹിന്ദുക്കൾക്കെതിരെയുള്ള ഈ പണ്ഡിറ്റുകൾക്കെതിരെയുള്ള ആക്രമണം തുടങ്ങിയല്ലോ, ഈ JKLFന്റെ ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ മരിച്ച പണ്ഡിറ്റുകളിലെ ഒരാളാണ് ഈ സർല ഭട്ട് എന്ന് പറയുന്നത്. 736 പേജ് വരുന്ന ചാർജ് ഷീറ്റ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് SIT. അതിൽ യസീൻ മാലിക്കാണ് സൂത്രധാരൻ JKLFന്റെ. അയാളെ അറിയാം. അയാൾ ആദ്യം എന്താണ് ഈ വാലിയിൽ വയലൻസ് ആരംഭിക്കുന്ന, ഈ തീവ്രവാദ പ്രവർത്തനം ആരംഭിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരാളാണ് ഈ യസീൻ മാലിക്. അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോട്ടെ, പണ്ഡിറ്റുകൾക്ക് നീതി ലഭിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലേ, എന്തിന്റെ നീതി ലഭിക്കാതെ പോകുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഡിലേഡ് ജസ്റ്റിസ് എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞതിൻ്റെ ഡിനൈഡ് ജസ്റ്റിസ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ കേസ് തന്നെ വരുന്നത്. അപ്പം അവർക്ക് എന്ത് നീതി കിട്ടണം അതിൻ്റെ? മനസ്സിലായി? അല്ല, തിരിച്ചവിടെ ഇപ്പൊ അവിടുന്ന് പലായനം ചെയ്ത ആളുകളെയൊക്കെ തിരിച്ചവിടത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യിക്കുക അല്ലെങ്കിൽ അവിടത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ നീതി? അല്ല, ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനാഥമായി കിടക്കുന്നതായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വീടുകളുടെ ഉടമസ്ഥരെ കണ്ടെത്തി അവരെ അവിടെ പുനരധിവസിപ്പിക്കുക. അതൊക്കെ വളരെ കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ പറ്റുന്നൊരു സംവിധാനമായിട്ട് ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ചെയ്യണം. ഈ കേസും ഇതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ ഈ കാശ്മീർ പണ്ഡിറ്റുകളുടെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ വെളിച്ചം വീഴ്ത്താനായിട്ട് സഹായിക്കുന്നൊരു കാര്യം.